This video is sponsored by SBO Digital Marketing. പാർട്ട് ടൈം ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള നമ്പർ 1 പ്ലാറ്റ്ഫോമാണിത്. ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ട്രസ്റ്റബിൾ ആയിട്ടുള്ള കമ്പനി കൂടിയാണിത്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആപ്പായ ഫേസ്ബുക്ക്, ഷെയർ ചാറ്റ്, ഇൻസ്റ്റാഗ്രാം വഴി നമുക്കിതിൽ കണ്ടൻറ്റ് ഷെയർ ചെയ്തുകൊണ്ട് നമുക്കിതിൽ ഏൺ ചെയ്യാൻ പറ്റും. വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് തന്നെ നമുക്ക് ഈ ടാസ്ക് ചെയ്തെടുക്കാൻ പറ്റും. മോർ ഡീറ്റെയിൽസിന് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. பெரிய தினம் ₹300 சம்பாதிக்க அரிய வாய்ப்பு. இன்ஸ்டாகிராம், ஃபேஸ்புக் பயன்படுத்த தெரிந்தால் போதும் கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் ₹300 சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ளவும் முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்திற்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷன்ல கொடுத்திருக்க நம்பருக்கு வாட்ஸ்அப் பண்ணுங்க. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. കപ്പ ബിരിയാണി എന്ന് പറയുമ്പോൾ ചിലർ നമ്മുടെ മലബാർ സൈഡിലൊക്കെ ഇത് ഭയങ്കര ഫേമസാണ്. നമ്മുടെ ബീഫിൻ്റെ കൊട്ട് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് അത് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോയാലോ. നമ്മളിത് സാധാരണ ബീഫിൻ്റെ കൊട്ട് വെച്ചാണ് ഉണ്ടാക്കാറ്. ബീഫിൻ്റെ കൊട്ട് വലിയ പീസും പിന്നെ ഒരു 1/4 കിലോയുടെ അടുത്ത് ഇറച്ചിയും എടുക്കും. ഇറച്ചി കുറവായിരിക്കും, കൊട്ടാണ് നമ്മൾ കൂടുതൽ എടുക്കുക. ഇതിന് ആ കൊട്ടിൻ്റെ അകത്തുള്ള സത്ത് മുഴുവൻ ഇതിനകത്തോട്ട് ഇറങ്ങി നല്ല ഇത്രയും ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ വാങ്ങിച്ച് ബീഫിൻ്റെ അകത്തുനിന്ന് കുറച്ച് കൊട്ടും കുറച്ച് പീസുമാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എനിക്ക് പറയാൻ അറിയത്തില്ല. മൊത്തത്തിലൊരു 1/2 കിലോ കാണും. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് കുക്കുമ്പർ നമ്മൾ വിശപ്പിനിടയ്ക്ക് കഴിക്കാൻ എടുത്തതാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടെ ഞാൻ മിക്സിയിലിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കപ്പ കഴുകി വൃത്തിയാക്കി ഞാൻ അടുപ്പിൽ വേവിക്കാൻ വെച്ചിരിക്കുവാണ്. അന്ന് നമുക്കൊരു അബദ്ധം പറ്റിയ എന്താ വെച്ചാൽ നമ്മൾ കപ്പ കുറച്ച് കൂടുതൽ എടുത്തു പോയി. നമ്മുടെ കയ്യിലുള്ള കൊട്ടിനെ ഒരു 1/2 കിലോ കപ്പ മതിയായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് ഒരു 1.5 കിലോയുടെ അടുത്തുണ്ടായിരുന്നു ആ കപ്പ. അപ്പോൾ കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കൊട്ട് വേവിച്ചെടുക്കാം. അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചതും ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിനകത്തേക്ക് മസാല ചേർക്കുന്നുണ്ട്. മീറ്റ് മസാല ഒരു 2.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഒരു 2.5 കപ്പ് വെള്ളവും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു 6 വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 6 വിസിൽ തന്നെ നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കപ്പ വെന്തുടച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കപ്പയുടേത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തേക്കുവാണ്. ലാസ്റ്റ് നമ്മൾ ഇച്ചിരി മല്ലിയില ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. കാണുന്ന പോലെ ഒന്നല്ല, ഇതിൻ്റെ ടേസ്റ്റ് ഒരു ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വല്ലപ്പോഴും ബീഫ് വീട്ടിൽ വാങ്ങുന്ന സമയത്ത് അതിൽ കൊട്ടെടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വെറൈറ്റി ആയിരിക്കും. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.